കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രേണുസുതിക്ക് സ്ഥാനാർബുദം സ്ഥിരീകരിച്ചുവെന്ന വാർത്ത പുറത്തുവരുന്നത്. വർഷങ്ങളായി ശരീരത്തിലുണ്ടായിരുന്ന ഒരു മുഴ കൃത്യമായി ചികിത്സ ലഭിക്കാത്ത അർബുദമായി മാറിയത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നതുകൊണ്ട് തന്നെ ചികിത്സകൾ പുരോഗമിക്കുകയാണ്. വളർത്തുമകൻ രാഹുൽ എന്ന കിച്ചുവിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് രേണു രംഗത്തെത്തിയിരുന്നു. പതിവില്ലാത്ത ഊർജത്തോടെയായിരുന്നു 12 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ രേണു പ്രത്യക്ഷപ്പെട്ടതും. ആ വീഡിയോ വൈറലായതിനു ശേഷം രേണുവിന് ക്യാൻസർ ഇല്ലെന്നും അസുഖമാണെന്ന് വെറുതെ പരത്തിയതാണെന്നുമൊക്കെ രോഗാവസ്ഥ വ്യാജമാണെന്നൊക്കെ തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോഴിതാ അത്തരം സംശയങ്ങൾ ഉള്ളവർക്ക് തന്നെ പരസ്യമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു. തലയിൽ നിന്നും ലൈവായി മുടി കൊഴിഞ്ഞു വരുന്നത് രേണു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തലയിൽ രേണു കൈകൊണ്ട് തലോടിയപ്പോൾ തന്നെ ഒരുപാട് മുടികളാണ് കയ്യിൽ അടർന്നു വീണത്. എനിക്ക് ക്യാൻസർ ഇല്ലെന്ന് പറയുന്നവർക്ക്, അതെ, എൻ്റെ മനസ്സിന് ക്യാൻസർ ഇല്ല. പക്ഷേ ശരീരം നിങ്ങളുടെ കുത്തുവാക്കുകളേക്കാൾ വലിയ ക്യാൻസറല്ല എൻ്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്നത്. തലയിൽ വെറുതെ ഒന്ന് തൊട്ടാൽ മതി, കയ്യിലേക്ക് പൊഴിഞ്ഞു വീഴുന്നു. വീഡിയോയ്ക്കൊപ്പം രേണു കുറിച്ചു. കീമോ തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ രേണു മുടി മുഴുവനായും മുറിച്ചിരുന്നു. ക്യാൻസർ രോഗികളുടെ എല്ലാം മുടിയും കൊഴിയാറുണ്ട്. മുടി കൊഴിയുന്നത് രോഗം കൊണ്ടല്ല, മറിച്ച് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയ ചികിത്സകളുടെ ഭാഗമായാണ്. വേഗത്തിൽ വളരുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന മരുന്നുകളാണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഇത് മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു. ചികിത്സ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ മുടി കൊഴിയാൻ തുടങ്ങും. തലയിലെ മുടി മാത്രമല്ല, ശരീരത്തിലെ പുരികം, കൺപീലി തുടങ്ങിയ രോമങ്ങളും ഇതിൻ്റെ ഫലമായി പൊഴിഞ്ഞു പോകാം. രേണുവിൻ്റെ പുതിയ വീഡിയോ താരത്തിൻ്റെ ആരാധകരുടെ മനസ്സിൽ വേദന നിറച്ചു. നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയത്. സോഷ്യൽ മീഡിയ നമ്മളെ തളർത്തുകയും ഉയർത്തുകയും ചെയ്യും. ഇവരുടെ സഹതാപം, സ്നേഹം നേടി ജീവിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സന്തോഷം, സമാധാനം, സ്നേഹം ഇതിൻ്റെയെല്ലാം താക്കോൽ ഈ പൊതുസമൂഹത്തിന് കൊടുത്താൽ അവർ രേണുവിനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയുള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷവും സമാധാനവും. ഈ വഴിക്ക് ചിന്തിച്ചാൽ നെഗറ്റീവ് കമൻസ് ഒന്നും നമ്മളെ തളർത്തില്ല. എല്ലാത്തിനും മറുപടി കൊടുത്ത് സ്വന്തം വില എനർജി കളയണ്ട. ഇതൊക്കെയാണ് രേണുവിനെ സ്നേഹിക്കുന്നവർ ഉപദേശിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ കുറിച്ചത്.